ചുമ്മാ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ കളറിൽ തന്നെയാണുള്ളത്. നമ്മളുടെ മലയാള സിനിമയിൽ ഇതുവരെ ഒരു ഡയറക്ടറും ഒരു തിരക്കഥാകൃത്തും പരീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ നല്ല പെർഫെക്ഷനോടുകൂടി കിട്ടിലോൾസിക്കായിട്ട് നമുക്ക് ഈ സിനിമയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു ചെറിയ ഹൊറർ ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഓടി വരുന്ന കുറേ ക്ലീഷേ രംഗങ്ങളുണ്ട്. അത് നമ്മൾ കണ്ട് മടുത്ത, ഇപ്പോൾ നമ്മൾ വെറുത്തുകൊണ്ടിരിക്കുന്ന ഓരോ രംഗങ്ങളാണ്. ഒരു ഉദാഹരണത്തിന്, എവിടെ നിന്നെങ്കിലും ശബ്ദം വരിക, അപ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കുക, അപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. പിന്നെ വീണ്ടും ഇങ്ങോട്ട് തിരിയുമ്പോഴായിരിക്കും ഭയങ്കര ശബ്ദങ്ങളൊക്കെ കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ലിറിക്സ് ഒന്നുമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ പാടുന്ന പാട്ടുകൾ കേൾപ്പിക്കുക. അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ക്ലീഷേ സംഭവങ്ങളുണ്ട്. ഈ ഒരുവിധ ക്ലീഷയും ഇല്ലാത്ത ഒരു കിടില നീറ്റ് ഡീസൻറ്റ് എൻ്റർടൈനർ കം ത്രില്ലറാണ് ഭ്രമയുഗം. പുതിയതായിട്ട് കാണുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയെ പറ്റി ഒരുപാട് പറയേണ്ട, അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മലയാളികൾക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ള ഒരു സംഭവമായിരിക്കും ഈ ചാത്തൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ചാത്തൻ്റെ രൂപം എങ്ങനെയാണ്, ചാത്തൻ എങ്ങനെയായിരിക്കും, എന്താണ് ചാത്തൻ്റെ കളികൾ എന്നീ സംഭവങ്ങളൊക്കെ സിനിമയിൽ ആ ഡയറക്ടറിൻ്റെ ആ ഒരു വിഷൻ കൊണ്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ചാത്തനെയൊക്കെ കാണിക്കുന്ന കിട്ടിലൻ സീനായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഹിന്ദിയിലെ തുമ്പാട് സിനിമയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ഇപ്പോൾ ചാത്തൻ മാത്രമല്ല, ഇതിൽ യക്ഷിയുണ്ട്. യക്ഷിയെ നമ്മൾ ഇത്രയും നാൾ കണ്ടിരിക്കുന്ന ടിപ്പിക്കൽ യക്ഷികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്ന യക്ഷികൾ എന്ന് പറഞ്ഞാൽ വെള്ള സാരിയൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി വരുന്ന യക്ഷികളാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ആ ഡയറക്ടറുടെ ഒരു വിഷൻ നമുക്കിതിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ യക്ഷി ആയിക്കോട്ടെ, അതിനെ മറുതയാണോ യക്ഷിയാണെന്നൊന്നും നമുക്കറിയില്ല. അതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ആ യക്ഷി കുറേ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടാണ്, ചില ഓർണമെൻറ്റ്സ് അല്പവസ്ത്രധാരിയായിട്ടുള്ള ഒരു യക്ഷിയാണ്. അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളുമുണ്ട്. പിന്നെ മാത്രമല്ല, പിന്നെ യക്ഷി ഇങ്ങനെ ആവണമെന്ന് നമുക്ക് വാശി പിടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. അപ്പോൾ ആ സങ്കല്പത്തെ അദ്ദേഹത്തിൻ്റെ ഫാൻറ്റസിയിലൂടെ ദ ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നേ വരെ മലയാള സിനിമ കാണാത്തൊരു സംഭവമാണ് ചാത്തനും യക്ഷിയും തമ്മിൽ സംഗമിക്കുന്ന സംഗതികളൊക്കെ. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഗംഭീര എലമെൻറ്റുകൾ നമുക്ക് ഭ്രമയുഗം സിനിമയിലൂടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ആ ഡയറക്ടറുടെ രാഹുൽ സദാശിവൻ്റെ ആ ഒരു ബ്രില്യൻസിനെ സത്യം പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്, സല്യൂട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് ഈ സിനിമ മൊത്തം. നമ്മളത് പറയാൻ കാരണം അതിൽ കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ. എല്ലാം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ആ ഡയറക്ടർ നമ്മൾ OTT-യിലൂടെ ഇറങ്ങിയ ഭൂതകാലം എന്ന ഷൈനികവും രേവതി അഭിനയിച്ച ഭൂതകാലം എന്ന സിനിമയിലൂടെ നമ്മൾ ചെറിയ സ്ക്രീനിൽ നമ്മളെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്ത ഡയറക്ടറാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മമ്മൂക്കയെ പോലെയുള്ള ഒരു സംഭവം നടനെ കിട്ടുമ്പോൾ, പിന്നെ ഇത്രയും വലിയ സ്ക്രീൻ ലഭിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചേക്കണേ എന്നുള്ളത് അതൊരു വേറെ ലെവലാണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം കാണുന്നതെന്നുണ്ടെങ്കിൽ, എനിക്ക് പടം കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് വരെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ ആ സിനിമ കാണാനായിട്ട് പോകാനുള്ള ഒരു, മറ്റ് സിനിമകളെ പോലെയുള്ള ആ ഒരു ത്വരയോ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റോ ഒന്നും ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, ഇത് പിന്നെ ഒരു മലയിൽ കിടക്കുന്ന സംഭവമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പുറത്തെ സീനുകളൊന്നും ഉണ്ടാവുന്നില്ല, അപ്പം മന തന്നെയായിരിക്കും മൊത്തം സിനിമയിൽ കാണിക്കുക എന്നൊക്കെ ചിന്തിച്ച് ഒരല്പം എന്നെ പിന്നിലോട്ട് വലിച്ച സംഭവങ്ങളാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്ന്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് ലഭിച്ച ആ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പോൾ ഈ പുതിയ ജനറേഷനിൽ ഈ 21-ാം നൂറ്റാണ്ടിലും നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണാൻ സാധിക്കുക തിയേറ്ററിൽ എന്ന് പറയുന്നത് ഒരു പുതിയ എക്സ്പീരിയൻസാണ് നമ്മളുടെ തലമുറയ്ക്ക്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ സംഭവം ചിത്രത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗംഭീരമാണ്, പടത്തിന് അത് പെർഫെക്റ്റാണ്. ആ പഴമയെ കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിലെ ഡയറക്ടർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക കാലഘട്ടം ഇതിൽ പറയുന്നില്ല എന്ന് തോന്നുന്നു. ആദ്യത്തെ 1-2 മിനിറ്റ് ഞാൻ സിനിമ
കാണാൻ കയറിയപ്പോൾ അല്പം വൈകിയിരുന്നു. ആദ്യത്തെ 1-2 മിനിറ്റ് സ്കിപ്പായിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലിനി എന്തെങ്കിലും കാലഘട്ടം പറയണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പറയുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മളെ അതിലെ ഡയലോഗ് കൊണ്ടും അതിലെ ഓരോ സീക്വൻസിലാണ് നമ്മൾ ഈ സിനിമ ഏത് കാലഘട്ടത്തിലാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്, ഈ മനയിലെ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അത്രയും പഴയ കാലത്ത് ഒരു മനയിലെ ഒരു വലിയ തമ്പ്രാൻ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ മമ്മൂക്കയുടെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ, അപ്പോൾ അത്രയും പഴയ കാലത്ത് അത്രയും വലിയൊരു തമ്പ്രാൻ സംസാരിക്കുമ്പോൾ ഒരു ജ്ഞാനിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും വളരെ അപാര ജ്ഞാനമുള്ള അത്തരം ഒരു തമ്പ്രാൻ സംസാരിക്കുമ്പോൾ എന്തൊക്കെ വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ സംസാരിക്കുന്ന പോലെയുള്ള ആ ഒരു വേർഡോ അല്ലെങ്കിൽ വൊക്കാബുലറി ഒന്നും ആയിരിക്കില്ല. അത് മേപ്ര മറ്റേ ഇല്ലത്തെ മേമന ഇല്ലത്തെ നമ്പൂതിരി സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇതായിരിക്കില്ല. പിന്നെ അതിൽ കുറേ മാജിക്കൽ ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഡയലോഗുകളൊക്കെ ടോട്ടലി ഒരു ഒരു വേറെ തലത്തിലേക്കാണ് മാറുന്നത്. അതൊക്കെ നിഷ്പ്രയാസം നമ്മളുടെ മമ്മൂക്ക ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്, പടത്തിൽ അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഇതൊരു കളർ വേർഷനാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടാൻ പോകുന്ന ആ ഒരു കളക്ഷൻ്റെ ഒരു 50% കൂടി അഡീഷണൽ കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇനി ഒരു പക്ഷേ എന്തുകൊണ്ട് ഈ സിനിമ ഇപ്പോൾ കുറച്ച് നാൾ തിയേറ്ററുകൾ റൺ കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് ഇതേ സിനിമ കളറിൽ നമ്മളുടെ മുന്നിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ സംഭവമായിരിക്കില്ലേ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ തിയേറ്ററിക്കൽ റൺ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും OTT ഇറങ്ങുമ്പോൾ അതൊരു കളർ വേർഷനായിട്ട് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കണ്ട എല്ലാവരും വീണ്ടും ആ സിനിമ ഒന്നുകൂടി കാണും. ആ ഗംഭീര സംഭവങ്ങൾ കളറിൽ എങ്ങനെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സത്യം പറഞ്ഞാൽ പടം ടെക്നിക്കലി ഒരു പാൻ ഇന്ത്യൻ അല്ല, വേൾഡ് ക്ലാസ് ഐറ്റം തന്നെയാണ്. കാരണം അത്ര പെർഫെക്ഷനോടുകൂടിയാണ് പടം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇതിനെയൊക്കെയാണ് ശരിക്കും നമ്മൾ പാൻ ഇന്ത്യൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സാധനം. ഇപ്പോൾ തുമ്പാട് സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമ നമുക്ക് ഏത് ലാംഗ്വേജിൽ കണ്ടാലും അതിലൊരു ഇന്ത്യയുടെ ഒരു സോളുണ്ട്, നമ്മളുടെ നാട്ടിൻപുറത്തിൻ്റെയൊക്കെ ഒരു സോള് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലത്തെ തന്നെ ഒരു സിനിമ തന്നെയാണ് നമ്മളുടെ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്നതും. അപ്പോൾ ഈ സിനിമ ഇന്ത്യയിലെ ഏത് പ്രേക്ഷകൻ കണ്ടാലും അവർക്ക് ആ സിനിമ കൺസ്യൂം ചെയ്യാൻ പറ്റും. ചെറിയ കാര്യമല്ല അത്. പിന്നെ അതിലെ ടെക്നിക്കൽ സൈഡ്, അതിൻ്റെ ശബ്ദമായിക്കോട്ടെ, BGM ആയിക്കോട്ടെ, BGMനേക്കാൾ ഉപരി ശബ്ദങ്ങൾ, ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങൾ, നമ്മളെ ഞെട്ടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദമായിക്കോട്ടെ, അലർച്ചയുടെ ശബ്ദങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാത്തിനും ഒരു വെറൈറ്റി ഉണ്ട്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളെക്കാൾ ഉപരി ചാത്തൻ്റെ കളികളാണ് മക്കളെ സിനിമയിൽ. ചാത്തൻ്റെ കളികളാണ്. അപ്പോൾ ചാത്തൻ്റെ ശബ്ദം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഡയറക്ടറുടെ ഫ്രീഡമാണ്, എങ്ങനെ ഉപയോഗിക്കണം, ഏത് തരത്തിൽ ഉപയോഗിക്കണം. കാരണം അതൊരു ഫാൻറ്റസി വേൾഡാണ്. മലയാള സിനിമയിൽ ഇന്നേ വരെ ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണിത്. നമുക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ആരുടെ മുന്നിലേക്കും എടുത്തു വെക്കാവുന്ന ഒരു കിടിലൻ സാധനം. ടെക്നിക്കലി ബെസ്റ്റ് എന്ന് പറയാൻ അതിൽ എനിക്ക് അനുഭവപ്പെട്ട ഇതിൽ ചെറിയ കുറച്ച് സ്പോയിലറൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു മനയിൽ മഴയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നടുക്കത്തെ നടുമുറ്റം ഉണ്ടല്ലോ, അപ്പോൾ നടുമുറ്റത്തിൻ്റെ ഇങ്ങേ അറ്റത്താണ് നമ്മൾ ക്യാമറയുടെ ആ ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് മമ്മൂക്കയുടെ കൊടുമൺ പോറ്റിയുടെ കഥാപാത്രം ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് കാണാം. പക്ഷെ ആ നടന്നു വരുന്ന സംഭവം മഴയുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാമറ കാണിക്കുമ്പോൾ നമുക്കിടയിൽ ഈ നടുമുറ്റമുണ്ട്, നടുമുറ്റത്തിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസാണ് മമ്മൂക്കയുടെ കൊടുമൺ പോറ്റി. അപ്പം കൊടുമൺ പോറ്റി നടന്നു വരുന്ന സംഭവം അത് നടക്കുകയല്ല, അദ്ദേഹം മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്താണ് വരുന്നത്. പിന്നെ ക്യാമറ ഫോക്കസിലേക്ക് വരുമ്പോൾ, അതായത് ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾ ആ അദ്ദേഹത്തിൻ്റെ കൃത്യം ഫോക്കസ് കിട്ടി കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം നടന്നാണ് വരുന്നത്. അത് സിനിമ കണ്ടാലേ നിങ്ങൾക്കത് എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ
അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതൊക്കെ ഒരു ചെറിയ ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. പടത്തിനെ ഇത്രയും ബ്രില്യൻ്റ് ആക്കുന്നതിൽ ഏറ്റവും എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് വരുന്നത് ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസാണ്. ബാക്കിയെല്ലാം ടെക്നിക്കലി സൂപ്പറാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ പെർഫോമൻസിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഒന്ന് പാളിപ്പോയാൽ അവിടെ കൊണ്ട് തീരും. ഇത് മമ്മൂക്ക ആയിക്കോട്ടെ, മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ തന്നെ ബെസ്റ്റ് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, ഭാസ്കര പട്ടേലർ, വിധേയൻ സിനിമയിലെ, പിന്നെ ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ സൂര്യമാനസത്തിലെ കഥാപാത്രം, അല്ലെങ്കിൽ പൊന്തന്മാടയിലെ കഥാപാത്രം. ഇവരെല്ലാവരെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ മേളിലേക്ക് എടുത്തു വെക്കാൻ പോകുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഈ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം. പിന്നെ അർജുൻ അശോകനായിക്കോട്ടെ, സിദ്ധാർത്ഥ് ഭരതനായിക്കോട്ടെ. സിദ്ധാർത്ഥ് ഭരതനെ കുറേ നാൾക്ക് ശേഷമാണ് നമുക്ക് ഒരു സിനിമയിലൂടെ ഉടനീളം ലഭിക്കുന്നത്. അദ്ദേഹം പെർഫോമൻസ് അർജുൻ അശോകനും പെർഫെക്റ്റ് ആയിരുന്നു. മാർവലസ് പെർഫോമൻസ് തന്നെയായിരുന്നു രണ്ടുപേരുടെയും. പിന്നെ സിനിമയിൽ മെയിനായിട്ട് ഈ 3 കഥാപാത്രങ്ങളാണ് വരുന്നത്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷനും കാര്യങ്ങളും സീക്വൻസുകളാണ് ഈ സിനിമ ഉടനീളം നമ്മളെ പിടിച്ചിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പോലും ഇത്രയും പേര്, വളരെ കുറച്ച് പേര് ഉള്ളൂ എന്നിട്ട് പോലും, ലൊക്കേഷനാണെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ലൊക്കേഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു നിമിഷം പോലും പടം നമ്മളെ ബോറടിപ്പിക്കില്ല, ലാഗ് അടിപ്പിക്കില്ല. ചിലരൊക്കെ പറയേണ്ടിയിരുന്നത് എല്ലാവർക്കും രസിക്കുന്ന പടമൊന്നല്ല എന്നൊക്കെ. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൊമേഴ്ഷ്യൽ എലമെൻ്റൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചെത്തുന്ന, അതായത് കുറേ തട്ടുപൊളിപ്പൻ പാട്ട്, കുറേ മാസ് ഡയലോഗ്, വില്ലൻ ഇടിച്ചെറുപ്പിക്കുന്ന നായകൻ എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിരാശരാവുള്ളൂ. അതല്ലാതെ ഒരു സാധാരണ ഒരു നല്ല പടം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ എന്നിലെ സിനിമാ പ്രേക്ഷകനെ 100% തൃപ്തനാക്കിയ സിനിമ തന്നെയാണ് ബ്രഹ്മയുഗം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ബ്രഹ്മയുഗം അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ. ആ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ OTT ചെറിയ സ്ക്രീനിലൊന്നും വന്നിട്ട് കാണാനിരുന്നുണ്ടെങ്കിൽ ഒരു സംഭവം നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല. അത് തിയേറ്ററിക്കലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗംഭീര പടം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ ശബ്ദങ്ങളായിക്കോട്ടെ, അതിലെ BGM ആയിക്കോട്ടെ, അതിലെ VFX ആയിക്കോട്ടെ, കളറിങ് ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മികച്ച ഗംഭീര സംഭവങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ബ്രഹ്മയുഗം എന്ന രാഹുൽ സഹദാശിവൻ മൂവിക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് 9/10. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗും നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ താർക്കല്ലേ. ബൈ.